നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോ ഒത്തിരിയധികം ആളുകൾ റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ്. എന്നാൽ പതിവ് പോലെ ധ്രുവിൻ്റെ ആ ഒരു വീഡിയോ എക്സാക്റ്റ് എടുത്ത് ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാത്തതായിട്ടുള്ള അധികം കാര്യങ്ങളൊന്നും അദ്ദേഹം ആ ഒരു വീഡിയോയിൽ പറയുന്നില്ല. നമ്മൾ മലയാളികൾ എത്രയോ മിടുക്കന്മാരാണ് എന്നുള്ളത് ആ ഒരു വീഡിയോ കണ്ട സമയത്ത് എനിക്ക് മനസ്സിലായി. കാരണം ആ ഒരു വീഡിയോയിൽ പറയുന്ന പല കാര്യങ്ങളും മുന്നേ തന്നെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ധ്രുവ് അതിഭാവുകത്വത്തോടെ അദ്ദേഹം കണ്ടുപിടിച്ച ഒരു കാര്യത്തെക്കുറിച്ചിട്ടാണ് ആ ഒരു വീഡിയോയിൽ പറയുന്നത്. അദ്ദേഹം ആ ഒരു വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ പല ആളുകൾക്കും പുതിയൊരു ഇൻഫർമേഷൻ ആയിരുന്നു. ജയറാം ഏട്ടൻ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ഈ കാര്യത്തെക്കുറിച്ചിട്ട് നമ്മളോട് പറഞ്ഞിരുന്നു. ആ ഒരു വീഡിയോ ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം. ഇപ്പോൾ മറ്റു ഭാഷകളിൽ പോകുമ്പോൾ, ഇപ്പോൾ ഹൈദരാബാദിലൊക്കെ പോകുമ്പോൾ എയർപോർട്ട് ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞൊന്നുണ്ട്. അതെ. അപ്പോൾ അവർ എൻ്റെ അടുത്തൊക്കെ വരാറുണ്ട് ലൊക്കേഷനിൽ. സർ എപ്പോഴാണ് തിരിച്ച് പോകുന്നത്, മദ്രാസിലേക്ക് പോകുന്നെങ്കിൽ ഞങ്ങളൊന്ന് അറേഞ്ച് ചെയ്യട്ടെ ഇത്. അപ്പോൾ ഞാൻ ഇതേപോലെ ഡ്രസ്സ് പല ടൈപ്പ് ഉണ്ട്. അവർ തന്നെ സ്ക്രിപ്റ്റ് ഇങ്ങോട്ട് തരും. എയർപോർട്ടിൽ ഞാൻ ചെല്ലുമ്പോഴത്തേക്കും അവർ തന്നെ സെക്യൂരിറ്റി കുറേ പേര് അറേഞ്ച് ചെയ്ത് വെച്ച് കാണും. അതിൻ്റെ നടുക്ക കൂടെ കാറിൻ്റെ ഡോറ് തുറങ്ങുന്നത് ഇറങ്ങുന്നത് തൊട്ട് കംപ്ലീറ്റ് വിത്ത് മ്യൂസിക് കിട്ടും അവരിട്ടുള്ളും. കംപ്ലീറ്റ് ഹൈദരാബാദ് എയർപോർട്ടിൽ ജയറാമിലെ വന്ന് ഇറങ്ങിയപ്പോൾ ഭയങ്കരമായിട്ട് ഫാനൊക്കെ ഉണ്ട് അവരുടെ. നമ്മൾ നടക്കുമ്പോൾ ഫുള്ളായിട്ട് ഫാനൊക്കെ വെച്ചൊരു മുടിയൊക്കെ പറന്നിട്ട് എനിക്ക് വേണ്ടി നടക്കാം. അത് ചെയ്ത് തരാം. അവർ ലൊക്കേഷനിലൊന്ന് ചോദിക്കാറുണ്ട് എൻ്റെ അടുത്ത്. അല്ലെങ്കിൽ വേറൊരു ടൈപ്പ് ഉണ്ട്. അതായത് ഞാൻ ഇതൊക്കെ ഇട്ട് മാസ്ക് വെച്ച് അറിയാതെ നടന്നു പോകണം. അപ്പൊ പുറകിൽ നിന്ന് വന്ന് അവർ കണ്ടുപിടിക്കും. പ്ലീസ് മാറ്റണം എന്നൊക്കെ പറഞ്ഞ് മാറ്റി ഓക്കെ അങ്ങനെ ഫോട്ടോ കൊടുക്കുക. പല ടൈപ്പിൽ അവർ ചെയ്തു തരും. പാപ്പരാസികളെ ഉപയോഗിച്ച് ബോളിവുഡ് സെലിബ്രിറ്റീസ് എങ്ങനെയാണ് അവരുടെ ആ ഒരു സെലിബ്രിറ്റി ഇമേജ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നുള്ളതാണ് ധ്രുവ് അദ്ദേഹത്തിന്റെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ നാട്ടിലും ഇപ്പോൾ ധാരാളം പാപ്പരാസികൾ ഉണ്ട്. ആ ഒരു പാപ്പരാസികളായിട്ടുള്ള ആളുകൾക്ക് അറിയില്ല അവർ പാപ്പരാസി ആണ് എന്നുള്ളത്. അവർ ഏതെങ്കിലും ഓൺലൈൻ മീഡിയയുടെ ജേർണലിസ്റ്റുകളാണ്, ക്രിയേറ്റേഴ്സ് ആണ് എന്നൊക്കെ പറയുമെന്നുണ്ടെങ്കിലും അവരും പാപ്പരാസി എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാരാണ്. എവിടെ നിന്നോ ചില ഇൻഫർമേഷൻ കിട്ടി, എവിടെ നിന്നോ ചില ഇൻഫർമേഷൻ ഇങ്ങനെ ഒളിഞ്ഞു നിന്ന് കേട്ടു, എവിടെ നിന്നോ ചില ഇൻഫർമേഷൻ ചോദിച്ചറിഞ്ഞു. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ആരോ എയർപോർട്ടിൽ വരുന്നുണ്ട്, ഇന്ന സ്ഥലത്ത് വരുന്നുണ്ട് എന്നറിഞ്ഞു. ആ ആളെ കാണാനായിട്ട് ഒരു വലിയ കൂട്ടം ആളുകൾക്ക് ആഗ്രഹമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നു. ചില നിഗൂഢ രഹസ്യങ്ങളുമായി ബന്ധപ്പെട്ട വാർത്തകൾക്കിടയിലൊക്കെയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ ഇമേജിനെ, വീഡിയോയ്ക്ക് പ്രാധാന്യമേറും, അതിന് റീച്ച് കൂടും. അപ്പോൾ അവിടേക്ക് ഇങ്ങനെ ഒളിച്ചും പാത്തും ഒക്കെ അടുക്കുന്ന ആളുകൾ ആ ഒരു വ്യക്തി വരുന്ന സമയത്തേക്ക് ഒരു ജനക്കൂട്ടമായി അവരുടെ അടുത്തേക്ക് ഓടി വരികയാണ്. അതുവരെ നമുക്ക് ഇവരെ കാണാനായിട്ട് സാധിക്കത്തില്ല. എയർപോർട്ടിൽ ചെല്ലുന്ന സമയത്ത് സാധാരണക്കാരായിട്ടുള്ള കുറേയധികം ആളുകൾ നിൽക്കുന്നു. ഞാനൊരു ദിവസം ഒരു പ്രമുഖ വ്യക്തി എയർപോർട്ടിൽ വരുന്ന സമയത്ത് ഈ ഒരു സംഭവം നേരിട്ട് കണ്ടതാണ്. ഞാൻ അവിടെ നോക്കിയപ്പം ആരും കാണുന്നില്ല. ഒരു സാധാരണ ഒരു അന്തരീക്ഷം. ഈ ഒരു വ്യക്തി വന്നപ്പോഴത്തേന് കുറേയധികം ആളുകൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ വരികയാണ്. എന്തോ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഫീല്. ഒത്തിരിയധികം ആളുകൾ മൊബൈൽ ക്യാമറകളുമായിട്ടും പലതരം ക്യാമറകളുമായിട്ടും മറ്റേ മൊബൈൽ ഗിംബലൊക്കെ ആയിട്ട് ഓടി വരികയാണ്. പാപ്പരാസികളെ കുറിച്ചിട്ടും അവരുടെ ധനസമ്പാദന മാർഗങ്ങളെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കാം. അതിനു മുൻപ് നമ്മളെപ്പോലെ സാധാരണക്കാർക്ക് ഉപകാരപ്പെടുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റിയെ പരിചയപ്പെടുത്തുകയാണ്. 1700 രൂപ മുതലുള്ള ചെറിയ തുകകൾ മാസം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നല്ലൊരു റിട്ടേൺ കിട്ടുന്ന തരത്തിലേക്ക് ഒരു ന്യൂ ഫണ്ട് ഓഫർ വന്നിട്ടുണ്ട്. ബജാജ് അലയൻസ് ലൈഫിന്റെ നിഫ്റ്റി ആൽഫ 50 ഇൻഡെക്സ് ഫണ്ടാണ് ഒരു ന്യൂ ഫണ്ട് ഓഫറായി ഇപ്പോൾ വന്നിരിക്കുന്നത്. ഈ ഫണ്ടിന്റെ പ്രത്യേകത, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന തുകയുടെ ഒരു ഭാഗം ഏറ്റവും മികച്ച 50 സ്മോൾ ക്യാപ്, മിഡ് ക്യാപ്, ലാർജ് ക്യാപ് കമ്പനികളിലേക്ക് ഇവർ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതേപോലെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത തുകയുടെ മറ്റൊരു ഭാഗം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത തുക സേഫ് ആക്കാൻ വേണ്ടി അവർ മാറ്റിവെക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫണ്ട് സേഫ് ആയിരിക്കും. മാർക്കറ്റ് പെർഫോം ചെയ്യുന്നതനുസരിച്ചിട്ട് നല്ല റിട്ടേണും കിട്ടും. പ്രധാനപ്പെട്ട കാര്യം, ഈ മാസം 15 വരെ മാത്രമാണ് ഈ ഫണ്ട് ഓഫറിൽ നിക്ഷേപിക്കാനായിട്ടുള്ള അവസരമുള്ളത്. 10 രൂപ NAV-യിൽ നിങ്ങൾക്ക് ഇതിൽ നിക്ഷേപിക്കാനായിട്ട് സാധിക്കും. 2023 മെയ് മാസത്തിൽ ആരംഭിച്ച ഇവരുടെ സ്മോൾ ക്യാപ് ഫണ്ടിന്റെ റിട്ടേൺ നോക്കിയാൽ അത് 78%. 2022 മെയ് മാസത്തിൽ ആരംഭിച്ച ഫ്ലെക്സി ക്യാപ് ഫണ്ട് 27.6% റിട്ടേൺ നൽകുന്നുണ്ട്. NRIs ഒക്കെ മാസം 18,000 രൂപ വെച്ചൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2 കോടി വരെ തിരികെ ലഭിക്കാനായിട്ടുള്ള സാധ്യത കമ്പനി പറയുന്നുണ്ട്. ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാനും കൂടുതൽ കാര്യങ്ങൾ അറിയാനും ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ട ലിങ്കും മറ്റു കാര്യങ്ങളുമൊക്കെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും നൽകിയിട്ടുണ്ട്. വീഡിയോയിലേക്ക് തിരികെ വരുമ്പോൾ, ഈ പാപ്പരാസികൾ പണ്ടൊക്കെ കുറച്ച് ആളുകളായിട്ട് വരുന്നു, എന്നാൽ ഇന്ന് വലിയൊരു ജനക്കൂട്ടമായിട്ട് വരികയാണ്. ഒരു സുഹൃത്ത് ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷമായിരിക്കും എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ ഷെയർ ചെയ്ത മറ്റൊരു റീലുണ്ട്. അതിനകത്ത് പാപ്പരാസികളുടെ മുഖത്തുള്ള ആ ഒരു ഭാവം, ആ ഒരു സീരിയസ്നെസ്, പ്രൊഫഷണലിസം ഒന്ന് കാണേണ്ടത് തന്നെയാണ്. ഈ ഒരു റീലിന് ഒരു പാട്ട് അകമ്പടിയായിട്ടുണ്ട്. സഹോദരനെയും അച്ഛനെയും കെട്ടിപ്പിടിച്ച് കരഞ്ഞ് ഐശ്വര്യ. ആരാണ് ഐശ്വര്യ എന്നുള്ളതൊന്നും മനസ്സിലാവുന്നില്ല. കാരണം പാപ്പരാസി കൂട്ടത്തെയാണ് കൂടുതലായിട്ട് കാണുന്നത്. അപ്പം അവരെല്ലാവരും കൂടെ മൊബൈൽ ക്യാമറകളും DSLR ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കണ്ടില്ലേ? എന്ത് സീരിയസ് ആയിട്ടാണ് ചെയ്യുന്നത്. ഇഷ്ടംപോലെ ക്യാമറകളുണ്ട്. എത്ര ഓൺലൈൻ മീഡിയയ്ക്കാണ് ഇവരിത് പ്രൊവൈഡ് ചെയ്യുന്നതെന്നുള്ളത് എനിക്കറിയില്ല. ഇതിൽ നിന്ന് കാര്യമായിട്ടുള്ള ഒരു വരുമാനം ഉണ്ടോ എന്നുള്ളൊരു ചോദ്യം ഈ ഒരു കാലഘട്ടം വരെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം മറ്റൊരു റീലിൽ
ചോദിക്കുന്ന സമയത്ത് ഇവരിൽ 1-2 ആളുകൾ പറയുന്നുണ്ട് വലിയ വരുമാനമുണ്ട്, ലക്ഷങ്ങളാണ് എന്നൊക്കെ ഉള്ളത്. സ്വാഭാവികമാണ്. കാരണം യൂട്യൂബിലെ വ്യൂസ് അനുസരിച്ചിട്ട് നമ്മൾ കൗണ്ട് ചെയ്യുന്ന സമയത്ത് പല ഇതുപോലെയുള്ള പാപ്പരാസി ചാനലുകളുടെയും വീഡിയോ വ്യൂസ് അനുസരിച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഈ പുറകെ നടന്ന എയർപോർട്ടിൽ നിന്ന് വരുന്ന ഒരു എൻട്രി എടുക്കുന്ന സമയത്ത് ഒരു 10-20,000 രൂപ എന്താണെങ്കിലും കിട്ടും. ഒരു 10 മിനിറ്റ് വീഡിയോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും 4-5 ലക്ഷം വ്യൂസ് ഉണ്ടാവുന്ന സമയത്ത്, ഈ ബിഗ് ബോസ് താരങ്ങളൊക്കെ വരുന്ന സമയത്ത് അതല്ലേ അവർ മെനക്കെട്ട് പോകുന്നത്. ചെന്നൈക്കൊക്കെ ഫ്ലൈറ്റ് എടുത്ത് പോകുന്ന പാപ്പരാസികളുണ്ട്, ട്രെയിനിൽ പോകുന്ന പാപ്പരാസികളുണ്ട്. എന്നാലും നഷ്ടമില്ല, കാരണം അവരുടെ തൊഴിൽ അതാണ്, അത് നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. ഇത് മാത്രമല്ല ഇവരുടെ വരുമാനം ഈ വന്നിറങ്ങുന്ന ആളുകൾ കൊടുക്കുന്നത് കൂടിയാണ് എന്നുള്ളതാണ് ധ്രുവ് അദ്ദേഹത്തിന്റെ വീഡിയോയിൽ തെളിയിക്കുന്നത്. ധ്രുവിന്റെ വീഡിയോയെ കുറിച്ചിട്ട് സംസാരിച്ചിട്ടാണല്ലോ നമ്മൾ തുടങ്ങിയത്. അതിൽ നിന്ന് പുതുമയുള്ള കാര്യങ്ങളൊന്നും അധികം എടുക്കാനില്ല. എന്നാലും അദ്ദേഹം വീഡിയോയ്ക്കകത്ത് പറഞ്ഞ ചില കാര്യങ്ങളുടെ ഒരു ഓർഡറിൽ അങ്ങോട്ട് പോകാം. അദ്ദേഹം ആ വീഡിയോയുടെ ആദ്യ ഭാഗത്ത് പറഞ്ഞത് പെയ്ഡ് പാപ്പരാസികളെ കുറിച്ചിട്ടും സ്റ്റേജ്ഡ് പബ്ലിക് അപ്പിയറൻസുകളെ കുറിച്ചിട്ടുമാണ്. ശരിക്കും ഹിന്ദി ഹൃദയഭൂമിയിൽ കാര്യമായിട്ട് തന്നെ ഒരു ഇമ്പാക്റ്റ് ആ വീഡിയോയ്ക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇന്നലെ ഞാൻ ചില ഗോസിപ്പ് ചാനലുകളുടെ, നോർത്ത് ഇന്ത്യയിലെ ഗോസിപ്പ് ചാനലുകളുടെ കമന്റ് ബോക്സിലേക്ക് പോയ സമയത്ത് ആളുകൾ നല്ല രീതിയിൽ കളിയാക്കുന്നുണ്ട്. അവർക്ക് അത്രയധികം പരിചിതമല്ലാത്ത ചില സെലിബ്രിറ്റികളെയും ഇങ്ങനെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു കമന്റ് ബോക്സിലേക്ക് ഇപ്പോൾ ധ്രുവിന്റെ വീഡിയോയെ കുറിച്ചിട്ടുള്ള കമന്റുകളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ധ്രുവ് അദ്ദേഹത്തിന്റെ വീഡിയോയിൽ പറയുന്ന ഒരു കാര്യങ്ങൾ നമുക്ക് പലപ്പോഴും കണക്ട് ആവുന്ന ഒരു കാര്യങ്ങൾ തന്നെയാണ്. എന്തുകൊണ്ടാണ് ഈ ലേറ്റ് നൈറ്റ് ഫ്ലൈറ്റിലടക്കം പാപ്പരാസികൾ വന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി തമ്പടിച്ച് നിൽക്കുന്നത്? എന്തുകൊണ്ടാണ് ജിമ്മിൽ പോകുന്ന സമയത്ത് പാപ്പരാസികൾ അവിടെ വന്ന് നിൽക്കുന്നത്? ഇതെല്ലാം പ്ലാൻഡ് അല്ലേ? എന്തുകൊണ്ടാണ് വല്ലപ്പോഴും ഓട്ടോ വിളിക്കുന്ന സമയത്ത് മാത്രമായിട്ട് ചില ആളുകളെ ഷൂട്ട് ചെയ്യാനായിട്ട് പാപ്പരാസികൾ വരുന്നത്? എന്തുകൊണ്ടാണ് പട്ടിക്കുട്ടിയുമായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഷൂട്ട് ചെയ്യാനായിട്ട് പാപ്പരാസികൾ വരുന്നത്? ഇതെല്ലാം പ്ലാൻഡ് ആണ് എന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹം ഒരു ചെറിയ ഇന്റർവ്യൂ ബൈറ്റ് അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. Stars do call you, right? They send messages on media groups. They even ready to pay and they say भैया please हमारा shoot करो. कोई नाम दो ना. Everybody who's new, even everybody who's made it also will always start off, right? The paparazzi thing is commercialized now. ഒരു 30-70 എന്ന് പറയുന്ന ഒരു കണക്കൊക്കെ അദ്ദേഹം വീഡിയോയിൽ പറയുന്നുണ്ട്. ഇതിൽ 30% മാത്രമേ ഒറിജിനൽ ആയിട്ടുള്ളൂ, ബാക്കി 70% ആളുകൾ പൈസ കൊടുത്ത് ചെയ്യിപ്പിക്കുന്നതാണ് എന്ന്. ബോളിവുഡിലൊക്കെ അതിന്റെ ആവശ്യമുണ്ട്. ഇഷ്ടംപോലെ കലാകാരന്മാരുണ്ട്. അപ്പോൾ അവരെല്ലാം ലൈം ലൈറ്റിൽ തിളങ്ങിയെങ്കിൽ മാത്രമേ അവരുടെ ആ ഒരു സെലിബ്രിറ്റി ഇമേജിൽ മാത്രമാണ് ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുന്നത്. അപ്പോൾ ആ ഒരു കച്ചവടത്തെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി, എപ്പോഴും തങ്ങളുടെ റെലവൻസ് ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടി ആളുകൾ പേ ചെയ്തിട്ട് ചെയ്യിപ്പിക്കുന്നതാണ് ഈ പരിപാടി എന്നുള്ളത്. പിന്നെ മറ്റേ ഒരു വെറൈറ്റി ഫാഷൻ ഡിസൈനർ ഉണ്ടല്ലോ, അയ്യോ പേര് മറന്നുപോയി, അദ്ദേഹത്തിൻ്റെയൊക്കെ വീഡിയോസ് എല്ലാ ദിവസവും ഷൂട്ട് ചെയ്യാനായിട്ട് ഒരു കൂട്ടം ആളുകളുണ്ട്. എല്ലാ ദിവസവും ഷൂട്ട് ചെയ്യാനായിട്ട് ആളുകളുണ്ട്. അപ്പോൾ അതെല്ലാം സസ്പീഷ്യസ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആയിട്ടാണ് എനിക്കും പേഴ്സണലി തോന്നുന്നത്. ഈ ബോളിവുഡ് സെലിബ്രിറ്റീസ് ജിമ്മിൽ പോകുന്ന വീഡിയോ, ആ ഒരു വീഡിയോസ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം, ഈ ജിം എന്ന് പറയുന്നത് അത്യാവശ്യം വീട്ടിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണ്. അത്യാവശ്യം പൈസ ഉള്ള ആളുകൾക്ക്, വലിയ കോസ്റ്റ്ലി ഒന്നുമല്ല. എന്നാൽ ഈ ബോളിവുഡ് സെലിബ്രിറ്റീസ് സിനിമയുടെ റിലീസ് ആവുന്ന സമയത്ത് ഏതെങ്കിലും ദാരിദ്ര്യം പിടിച്ച സ്ട്രീറ്റിലെ ഒരു ജിമ്മിലേക്ക് വരുന്ന ഒരു കാഴ്ച, അവർക്ക് അവരുടെ വീട്ടിലെ ജിമ്മിൽ ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു അറ്റൻഷൻ കിട്ടാത്തത് കൊണ്ടാണോ ഇങ്ങോട്ട് വരുന്നതെന്ന് നമുക്ക് തോന്നിപ്പോകും. ഇവരുടെ പിറകെ ഇങ്ങനെ പാപ്പരാസികൾ കൂട്ടമായിട്ട് നടക്കുകയാണ്. ഈ വരുന്ന ആൾക്കാരിൽ ഭൂരിഭാഗവും സ്ത്രീകളായിരിക്കും. ചെറിയ നടിമാർ തൊട്ട് വലിയ നടിമാർ വരെയുണ്ട്. എന്നാൽ ഈ ചെറുകിട സിനിമകളിൽ അഭിനയിക്കുന്ന ആളുകളാണ് കൂടുതലായിട്ടും ഈ ഒരു ജിമ്മിൽ പ്രത്യക്ഷപ്പെടുക. അതും ഒരു സിനിമ റിലീസിനോട് അനുബന്ധിച്ചിട്ടൊക്കെ ആയിരിക്കും ഇവർ ഏറ്റവും കൂടുതൽ ഇതിൽ പ്രത്യക്ഷപ്പെടുക. ഇതൊക്കെ പറഞ്ഞാലും നമുക്ക് മനസ്സിലാവുന്ന അദ്ദേഹം അടക്കമുള്ള ആളുകൾ പറയുന്നത്, ധ്രുവ് അടക്കമുള്ള ആളുകൾ പറയുന്ന ഒരു കാര്യമുണ്ട്, എല്ലാ ആളുകളും ഇങ്ങനെയല്ല ചെയ്യുന്നത്. ആ ഒരു പെർസെൻറ്റേജ് പറഞ്ഞായിരുന്നല്ലോ, 70-30. ഇപ്പോൾ വിരാട് കോഹ്ലി, അതേപോലെ തന്നെ നമ്മുടെ ഷാരൂഖ് ഖാൻ, അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുടെ പിറകെ ഇപ്പോൾ അവർക്ക് പൈസ കൊടുത്ത് പാപ്പരാസികളെ സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അവരെവിടെ പോയാലും അവർക്ക് പിറകെ ആളുകൾ ഉണ്ടാവും. അപ്പോൾ അതിന് വലിയ കാര്യമായിട്ടുള്ള പണ ലാഭമുണ്ട് എന്നുള്ളതൊക്കെയാണ് ചരിത്ര വസ്തുതകളിൽ നിന്നിട്ട് ധ്രുവ് പറയാനായിട്ട് ശ്രമിക്കുന്നത്. പണ്ട് മാഗസിൻ മാത്രമായിരുന്നല്ലോ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു മാഗസിനിൽ വരുന്ന സെലിബ്രിറ്റികളുടെ വീട്ടിലെ ഇമേജുകളൊക്കെ കാണാനായിട്ട് ആളുകൾക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സിനിമയിൽ കാണുന്ന ആളുകളുടെ വ്യത്യസ്തമായിട്ടുള്ള സിറ്റുവേഷനുകളിലെ ഇമേജുകൾ, അത് അന്ന് ഒരു മാധ്യമം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് മാഗസീൻസ് ആയിരുന്നു, ചെറിയ ടാബ്ലോയിഡ്സ് ആയിരുന്നു. അതിലേക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി കുറേയധികം ആളുകൾ ഈ മേഖലയിലേക്ക് ഇറങ്ങിയിരുന്നു. അവർക്ക് വലിയ പേയ്മെന്റ് കിട്ടിയിരുന്നു. അതിന്റെ തുടർച്ചയാണ് സോഷ്യൽ മീഡിയയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ഒരു റവന്യൂ മോഡലിനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞിരുന്നു. വീഡിയോസിന് വലിയ റീച്ച് ആണുള്ളത്, വീഡിയോസിന് നല്ല പേയ്മെന്റ് കിട്ടും. ഇതേ വീഡിയോസ് തന്നെ ഇവർക്ക് മൾട്ടി പ്ലാറ്റ്ഫോംസിൽ ഷെയർ ചെയ്യാൻ പറ്റും. ഇന്ന ഒരു ലുക്കിൽ മമ്മൂട്ടി വന്നിറങ്ങുന്നു, ഇന്ന ലുക്കിൽ ഇന്ന നടൻ വന്നിറങ്ങുന്നു,
അപ്പോൾ ഈ ലുക്ക് ഈ സിനിമയുടേതാണ്. ആ ഒരു സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് നമുക്കതിനെ വേണമെങ്കിൽ നോക്കിക്കാണാം. ഇപ്പോൾ മമ്മൂക്കൊക്കെ എവിടെ പോയാലും പുറകെ ആളുകളുണ്ടാവും. എന്നാലും ഒരു സിനിമയുടെ ലുക്ക് പ്രൊമോട്ട് ചെയ്യുന്ന സംഭവങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ പെയ്ഡ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ നമുക്ക് സംശയിക്കാവുന്നതാണ്. അടുത്ത ഭാഗത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹം പറയുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യേണ്ട ചില സംഗതികളുണ്ട്. ഈ കഴിഞ്ഞ ദിവസം കേരളത്തിലെ ഒരു കൂട്ടം സിനിമാ നിർമ്മാതാക്കൾ, എനിക്ക് തോന്നുന്നു സാന്ദ്ര തോമസ് ഒക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു, അവർ ഈ സിനിമാ നിർമ്മാതാക്കളുടെ തന്നെ അൺഎത്തിക്കലായിട്ടുള്ള പ്രൊമോഷനെതിരെ ഒരു ചെറിയ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേക്ക് റിവ്യൂസ്, കോർപ്പറേറ്റ് ബുക്കിംഗ്, മൂവി ടിക്കറ്റ് ബുക്കിംഗ്, ഈ പറയുന്ന കാര്യങ്ങൾ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിനിമ ഇറങ്ങുന്ന സമയത്ത് അതിൻ്റെ റിവ്യൂസ്, ഇപ്പം ഞാനൊക്കെ റിവ്യൂ ചെയ്യുന്ന ആളുകളായിരുന്നതുകൊണ്ടും ഇപ്പോൾ ഇടയ്ക്ക് ചെയ്യാറുള്ളത് കൊണ്ടും പറയുകയാണ്, ഒരു റിവ്യൂ അങ്ങോട്ട് ഇടുമ്പോഴത്തേന് വീഡിയോ അങ്ങ് പ്ലേ ആവുന്ന സമയത്ത് തന്നെ ഇഷ്ടംപോലെ കമൻറ്റുകൾ വരികയാണ്. സിനിമ നല്ലതെന്നും സിനിമ മോശമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമൻറ്റുകൾ വരികയാണ്. ഇതെല്ലാം പെയ്ഡാണ് എന്നുള്ളത് നമുക്ക് 100% അറിയാം. ഒരു സിനിമയെ കുറിച്ചിട്ട് വ്യാജമായിട്ടുള്ളൊരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. സിനിമയ്ക്ക് വലിയ ഹൈപ്പ് കൊടുക്കുന്നു, ആദ്യ ദിനം തന്നെ തിയേറ്ററിലേക്ക് ആളുകളെ എത്തിക്കുന്നു, ടിക്കറ്റ് ഒരിടത്തും കിട്ടാനില്ല എന്നുള്ള പ്രതീതി ജനിപ്പിക്കുന്നു. ധ്രുവ് അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, കോർപ്പറേറ്റ് മൂവി ബുക്കിംഗ്. അപ്പോൾ അത് ഞാൻ ആ ഒരു വീഡിയോയിൽ നിന്നാണ് കറക്റ്റായിട്ട് മനസ്സിലാക്കിയത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പല തിയേറ്ററിലും ചില ദിവസം ചില സിനിമകൾക്ക് ടിക്കറ്റ് ഇല്ല എന്ന് നമ്മൾ കാണുന്നത് ചിലപ്പോൾ വ്യാജമായിരിക്കാം. പൂനെയിൽ ഒരാൾ നേരിട്ടെത്തി നടത്തിയ അന്വേഷണത്തിൽ മനസ്സിലായത് അത് കോർപ്പറേറ്റ് ബുക്കിംഗ് ആണ്, അത് കാണാനായിട്ട് ആളുകളില്ല. പിന്നെ ചില കമ്പനികളിലെ സ്റ്റാഫുകൾക്ക് ഓഫറിൽ ടിക്കറ്റുകൾ കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഹൈപ്പ് ഉണ്ടാക്കൽ. ഇപ്പോൾ കഴിഞ്ഞിടയ്ക്ക് മറ്റേ ED ചോദ്യം ചെയ്യലൊക്കെ സൗബിനൊക്കെതിരെ ഉണ്ടായതിൻ്റെ മെയിൻ റീസൺ എന്താണ്? കണക്ക് പെരുപ്പിച്ച് കാണിക്കുക, കോടികൾ ഉണ്ടാക്കുക, കോടികൾ കളക്ട് ചെയ്തു എന്നുള്ള കണക്ക് പെരുപ്പിച്ച് കാണിക്കുക, ഇങ്ങനെയുള്ള ചില ഉടായ്പ പരിപാടികൾ. പിന്നീട് ഫേക്ക് റിവ്യൂസ് ഉണ്ട്. ഫേക്ക് റിവ്യൂസ് എന്ന് പറയുമ്പോഴത്തേന് നമ്മുടെ നാട്ടിലെ റിവ്യൂവേഴ്സ് അവരുടെ റിവ്യൂ എന്നുള്ള രീതിയിൽ പരിഗണിക്കരുത്. അവർ ആ ഒരു ഡീല് പിടിക്കാനായിട്ടുള്ള ഒരു സാധ്യതയില്ല. സിനിമാക്കാരിൽ ഒരു ഭൂരിപക്ഷം ആളുകളെ, അതിൻ്റെ കച്ചവട മേഖലയിൽ നിൽക്കുന്ന ഭൂരിപക്ഷം ആളുകളെ നമ്പക്കൂടാതെ. അപ്പോൾ അവന്മാർ വേണമെന്നുണ്ടെങ്കിൽ ഈ റിവ്യൂവേഴ്സിന് പൈസ കൊടുത്തിട്ട് ഈ റിവ്യൂവേഴ്സിന് പൈസ കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് വേണമെങ്കിൽ വീഡിയോ ഇട്ട് റീച്ച് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ റിവ്യൂവേഴ്സ്, വീഡിയോയുമായിട്ട് വരുന്ന ആളുകൾ പൈസ വാങ്ങാൻ ഒരു സാധ്യതയില്ല. റിവ്യൂ പലപ്പോഴും പൈസ കൊടുത്ത് ഇടിയിപ്പിക്കുന്നത് കമൻറ്റ് ബോക്സുകളിൽ കൂടെയാണ്. നമുക്ക് കാണാം, യാതൊരുവിധ ലാഭേച്ഛയുമില്ലാതെ വെറും മനുഷ്യത്വം കൊണ്ട് ആളുകൾ പാരഗ്രാഫ് കമൻറ്റുകൾ സിനിമകളെ കുറിച്ചിട്ട് അടിച്ചിരുന്നത്. ഇതൊക്കെ നിങ്ങളിടുവോ? നിങ്ങളിടത്തില്ല. പിന്നെ ആരാണ് ഇത്ര മെനക്കെട്ടിതിടുന്നത്? ഇത് പെയ്ഡായിട്ടുള്ള ആൾക്കാരാണ്. അതിവിടെ ഉണ്ട്. അത് പല നിർമ്മാതാക്കൾക്കും സ്വന്തമായിട്ടുള്ള കമ്പനിയിൽ നിന്ന് പെയ്ഡ് കമൻറ്റുകൾ വരാറുണ്ട്. പല ആളുകളുടെയും സെറ്റപ്പ് നേരിട്ട് എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. അങ്ങനെയുള്ള പരിപാടികൾ ഇവിടെ കാര്യമായിട്ട് തന്നെ ഉണ്ട്. ഈ കമൻറ്റ് ബോക്സ് ആണ് സിനിമയുടെ ഇംപ്രഷൻ കാര്യമായിട്ട് തന്നെ ഉണ്ടാക്കുന്നത്. ഒരു സിനിമയെ ഡീഗ്രേഡ് ചെയ്യുന്നതും പലപ്പോഴും റിവ്യൂവേഴ്സ് അല്ല, അത് പലപ്പോഴും കമൻറ്റ് ബോക്സിൽ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏറ്റവും ക്രൂരമായിട്ടുള്ള ട്രോളുകളൊക്കെയാണ് പലപ്പോഴും ഒരു കലാ സൃഷ്ടി ചെറിയൊരു ന്യൂനത ഫേസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്നത്. ഇനി ധ്രുവിൻ്റെ വീഡിയോയിലേക്ക് തിരികെ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു വീഡിയോയുടെ അടുത്ത ഭാഗത്ത് പറയുന്നത് അവാർഡ്സിൻ്റെ ക്രെഡിബിലിറ്റിയെ കുറിച്ചിട്ടാണ്. ഇപ്പോൾ ഒരു അവാർഡ് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പല തരം അവാർഡുകളുണ്ട്. എല്ലാ ബ്രാൻഡുകളും ഒരു അവാർഡ് ഷോ സംഘടിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ബെസ്റ്റ് സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ടും ബെസ്റ്റ് എന്നാ പറയുന്നത് മോട്ടോർ സൈക്കിൾ റൈഡറായിട്ടും ഒക്കെയുള്ള അവാർഡുകൾ കിട്ടും. അങ്ങനെയൊക്കെയുള്ള ചില ട്രോളുകൾ നമ്മൾ ഇടയ്ക്ക് കണ്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ അവരൊന്നും ആ ഒരു മേഖലയിൽ അത്രയധികം സംഭാവന നൽകിയ ആളുകളല്ല. ഇപ്പോൾ എൻ്റെ മെയിൽ ബോക്സിലേക്ക് തന്നെ ഇടയ്ക്ക് സോഷ്യൽ മീഡിയ ഡിജിറ്റൽ ക്രിയേറ്റർ അവാർഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഏതോ 1-2 കമ്പനികളുടെ മെയിലുകൾ വരാറുണ്ട്. ചിലപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ ഇൻട്രസ്റ്റ് പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ പണം ആവശ്യപ്പെടുമായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് പ്രൊമോഷൻ എന്നുള്ള രീതിയിൽ ആവശ്യപ്പെടുമായിരിക്കും. അങ്ങനെ ധാരാളം അവാർഡ് സെറിമണികൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ ആര് കൊടുക്കുന്നു, എന്തിനു കൊടുക്കുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്ക് തന്നെ ഡൗട്ട് തോന്നാറുണ്ട്. साल हम स्टार स्क्रीन अवार्ड्स में एक नया अवार्ड इंट्रोड्यूस करने जा रहे हैं, द नथिंग टू हाइड अवार्ड. ये क्या अवार्ड्स हैं? നമ്മുടെ നാട്ടിലെ കൊച്ചു കൊച്ചു സെലിബ്രിറ്റീസും ഇൻഫ്ലുവൻസേഴ്സും അത്തരത്തിൽ അവാർഡ് നേടിയെടുക്കാറുണ്ട് എന്നുള്ളത് നമുക്കറിയാം. നമ്മളിത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആയിട്ട് സംസാരിച്ച് പോകുന്നു, നമ്മളിത് അഫക്റ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിലും ഇതിനൊരു റിയൽ വേൾഡ് ഇമ്പാക്റ്റ് ഉണ്ട് എന്ന് ധ്രുവ് അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ പറയുന്നുണ്ട്. ചിലപ്പോൾ ശരിയായിരിക്കാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഹൈപ്പ്, ഈ പറയുന്ന പാപ്പരാസി സ്റ്റോക്കിങ്, ഇതൊക്കെയാണ് സെലിബ്രിറ്റി ലൈഫ്, ഇങ്ങനെയൊക്കെയാണ് മനുഷ്യ ജീവിതം ആഘോഷിക്കപ്പെടേണ്ടത് എന്നുള്ള അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ചില എക്സ്പെക്റ്റേഷൻസ്, ആഗ്രഹങ്ങളൊക്കെ ആളുകൾക്ക് തോന്നാൻ ഇത് ഇടയാക്കും. ബഡ്ഡിങ് ആയിട്ടുള്ള കലാകാരന്മാരും ഇത്തരത്തിലുള്ള ചില പാപ്പരാസി വർക്കുകൾക്കൊക്കെ പേയ്മെൻറ്റ് കൊടുത്ത് അവരെ കൊണ്ട് ഫോട്ടോ ഒക്കെ എടുപ്പിച്ച് മുന്നോട്ടേക്ക് പോകുന്ന സാഹചര്യത്തിലേക്ക് വരും. അതേപോലെ ആളുകൾ ഇത്രയധികം റെക്കഗ്നൈസ് ചെയ്യുന്നതിൻ്റെ കാരണമായിട്ട് കരുതുന്ന ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യപ്പെടും. ഒരു ഇറാനിയൻ വനിതയുടെ എക്സാമ്പിൾ പറയുന്നുണ്ട്. ആഞ്ചലീന ജോളിയെ പോലെ ആവാൻ വേണ്ടി പ്ലാസ്റ്റിക് സർജറി ചെയ്ത് വേറൊരു രൂപത്തിലേക്ക്, അദ്ദേഹത്തിൻ്റെ നിലവിലത്തെ രൂപം വെച്ച് നോക്കുമ്പോൾ വൈരൂപ്യത്തിലേക്ക് പോയ
ഒരാളുടെ എക്സാമ്പിൾ അവിടെ പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള കുറേയധികം അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ചിന്തകൾ, കാര്യങ്ങൾ, ഇതിൻ്റെ ഒരു റിയൽ വേൾഡ് ഇമ്പാക്റ്റ് നമുക്കും കറക്റ്റായിട്ട് മനസ്സിലാവും. കാരണം നമ്മുടെ നാട്ടിലെ ചില കമൻറ്റ് ബോക്സുകൾ എടുത്ത് നോക്കിയാൽ മതി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പെൺകുട്ടി അദ്ദേഹത്തിന് ഏറ്റ ഒരു ദുരനുഭവം വന്ന് പറയുകയാണ്, അല്ലെങ്കിൽ പരാതിപ്പെടുകയാണ്. അപ്പോൾ തന്നെ ഇവിടെ വരുന്ന ഫ്രസ്ട്രേറ്റഡ് മല്ലൂസ് ചോദിക്കുന്ന ചോദ്യം എന്താണ്? നീ ഫേമസ് ആവാൻ വേണ്ടിയല്ലേ ഇപ്പോൾ ഇത് വന്ന് പറയുന്നത്? എന്തൊരു ചോദ്യമാണ്. ഇവർക്ക് എങ്ങനെയാണ് ആ ഒരു ചോദ്യം ചോദിക്കാനായിട്ട് തോന്നുന്നത്? അവരെ സംബന്ധിച്ച് ഈ ഫേമസ് ആവുക, ഈ പാപ്പരാസികൾ ഫോളോ ചെയ്യുക, ആളുകൾ ഫോട്ടോ എടുക്കുക, മഞ്ഞ ചാനലുകൾ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക, ഇതൊക്കെ എന്തോ വലിയ കാര്യമാണെന്നുള്ളൊരു ചിന്തയാണ്. ഇങ്ങനെയുള്ളൊരു ഇമേജ് ആളുകൾക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എയർപോർട്ടിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വന്ന് സ്വീകരിക്കുന്ന ഒരാളാണ് വലിയൊരാൾ. ബിഗ് ബോസിൻ്റെ ഒക്കെ ഒരു റിയാലിറ്റി ഷോയുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടതാണ്. അപ്പോൾ എയർപോർട്ടിലേക്ക് ആളെ കൊണ്ടുപോകുന്നു, എയർപോർട്ടിൽ വന്ന ആളുകളുടെ എണ്ണം എടുത്തിട്ട് സമൂഹത്തിൽ ഇത്ര മിടുക്കനാണ് എന്നുള്ള സ്കോർ നൽകുന്നു. അപ്പോൾ ഈ ഫേമസ് ആവുക എന്ന് പറയുന്നത്, ആളുകളാൽ സ്റ്റോക്ക് ചെയ്യപ്പെടുക എന്ന് പറയുന്നത്, പ്രൈവസി അല്ലെങ്കിൽ ഫാമിലി ലൈഫ് പബ്ലിക് ഓഡിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു സംഭവമായിട്ട് കരുതുന്ന ആളുകളുണ്ട്. സെലിബ്രിറ്റി ആവാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരും, ഈ സെലിബ്രിറ്റി വലിയൊരു സെലിബ്രിറ്റി ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് അവരുടെ വാലാവാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരും, അവരെ തൊടാനും പിച്ചാനും മാന്താൻ ആഗ്രഹിക്കുന്ന ആൾക്കാരും, അവരോടൊപ്പം പ്രശസ്തമാവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാരും, അവരുടെ പിന്നാമ്പുറ കഥകൾ ഗോസിപ്പുകളായിട്ട് വിൽക്കുന്ന ആൾക്കാരും. ഈ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് പരദൂഷണം മാമന്മാരുടെ ഒരു ലീഗ് തന്നെ ബിഗ് ബോസുമായി ബന്ധപ്പെട്ട്. അവർ ഓരോ വീടുകളിൽ പോയി ലാപ്ടോപ്പിൽ നിന്നിട്ട് ഡാറ്റ അടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നു. ആളുകൾ എവിടെയെങ്കിലുമൊക്കെ പോകുന്ന സമയത്ത്, ബാത്റൂമിൽ പോകുന്ന സമയത്ത് അവരോടുകൂടെ ചേർന്ന് നിന്ന് ഫോണിൽ നിന്ന് ഡാറ്റ ചോർത്തിയെടുക്കുന്നു. അത് യൂട്യൂബ് ചാനലുകൾക്ക് വിറ്റ് പൈസ ഉണ്ടാക്കുന്നു. അങ്ങനെയൊക്കെ ഭക്ഷണം കഴിക്കുന്ന ഒരു കൂട്ടം ആളുകൾ. അപ്പോൾ അങ്ങനെ പ്രശസ്തി ആഗ്രഹിക്കുന്ന, അതിൽ നിന്ന് വരുമാനം ആഗ്രഹിക്കുന്ന, അങ്ങനെ വൈകൃതങ്ങളുള്ള ആളുകളും ഇതിനിടയിൽ കൂടെ ഉണ്ട്. പിന്നെ ചില ആളുകൾ, ഏറ്റവും കൂടുതൽ ആളുകൾ ആരാധിക്കുന്ന ഒരാളുടെ ഫാനായി അങ്ങോട്ട് മാറി അവർക്ക് വേണ്ടി മരിക്കാൻ വരെ റെഡിയായിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഇങ്ങനെ ഒരു മൊത്തത്തിലുള്ള ഒരു മെസ്സാണ്, ബഹളാണ് ഈ സെലിബ്രിറ്റി ആൻഡ് പാപ്പരാസികൾ സൃഷ്ടിക്കുന്നത്. ഒരാൾക്ക് ഒരു പ്രൈവസിയും അനുവദിച്ചു കൊടുക്കുന്നില്ല. മരണവീടെന്നില്ല. കഴിഞ്ഞ ദിവസം ഞാൻ അതിനെക്കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു. മരണവീട് എന്നില്ല, ക്രൈം സീൻ എന്നില്ല, എല്ലായിടത്തേക്കും ഇടിച്ചു കയറുകയാണ് ഒരു കൂട്ടം ആളുകൾ. അതും ഈ പാപ്പരാസികളുടെ കൂട്ടത്തിൽ നമ്മുടെ നാട്ടിലേക്ക് വന്നു നിൽക്കുന്ന ആളുകൾ വളരെ എങ്ങായിട്ടുള്ള ആളുകളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ +2 ശേഷം മറ്റൊരു തൊഴിലിനും പോവാതെ അല്ലെങ്കിൽ മറ്റൊരു വിദ്യാഭ്യാസവും ഇല്ലാത്ത ആളുകൾ, അങ്ങനെയുള്ള ആളുകളൊക്കെയാണ്. മറ്റൊന്നും ട്രൈ ചെയ്യാത്ത നിഷ്ക്രിയരായിട്ടുള്ള ഒരു യുവത്വത്തെ മാനിപ്പുലേറ്റ് ചെയ്യുകയാണ്. ഈ ചില്ലറ കൊടുത്ത് പണിയെടുപ്പിക്കുന്ന ആൾക്കാരും, ഈ വീഡിയോ കണ്ട് ആസ്വദിക്കുന്ന ആൾക്കാരും, ഇവരെ കൊണ്ട് ഈ വീഡിയോ എടുപ്പിക്കുന്ന ആൾക്കാരും, അങ്ങനെ ഒരു വലിയ കൂട്ടം ആളുകൾ ഇതിന്റെ ഭാഗമാണ്. നമ്മൾ ഏതെങ്കിലും ഒരു കോർപ്പറേറ്റ് റവന്യൂ മോഡലിന് വേണ്ടി നിഷ്ക്രിയരായിട്ടുള്ള ഒരു കൂട്ടം യുവാക്കളെ, യുവത്വത്തെ വാർത്തെടുത്ത് കഴിഞ്ഞാൽ ആ ഒരു കോർപ്പറേറ്റിന്റെ ഏതെങ്കിലും ഒരു പോളിസികൾ മാറുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഇപ്പോൾ യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം മോണിറ്റൈസ് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇത് ഞങ്ങൾ ലൈഫ് ടൈം തരാമെന്ന് ഒരു ഗ്യാരണ്ടിയും തരുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലേക്ക് ആളുകളെ കൊണ്ടുവന്നെത്തിക്കുന്ന ഒരു സീരിയസ് ആയിട്ടുള്ള സംഗതിയും ഇതിൻ്റെ പിന്നിലുണ്ട്. ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു വ്യക്തിയെ ആരാധിക്കുന്നതിന് ഒരു പരിധി നിർണ്ണയിക്കുക. അദ്ദേഹത്തെ എങ്ങനെയാണ് നമുക്ക് പരിചയം? ഒരു കലാ സൃഷ്ടിയിൽ കൂടെയാണ് പരിചയം. ആ ഒരു സൃഷ്ടിയെ നമ്മൾ കൂടുതലായിട്ട് പരിഗണിക്കുക, ആ ഒരു കലാകാരനെ ബഹുമാനിക്കുക, അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫ് കൊടുക്കുക. അതേപോലെ ഇവരുടെ മാനിപ്പുലേഷനിൽ നമ്മൾ ഭാഗമാവാതിരിക്കുക. സോഷ്യൽ മീഡിയയിലെ കോൺട്രവേഴ്സികൾ, പരദൂഷണം പറച്ചിലുകൾ, ഗോസിപ്പുകൾ, കാര്യങ്ങൾ, ഇതിൻ്റെയൊക്കെ പിന്നിൽ കറക്റ്റ് ഒരു റവന്യൂ മോഡലുണ്ട്. ഇത് കാണുന്ന പ്രേക്ഷകർക്ക്, കമൻറ്റ് ബോക്സിൽ തെറി വിളിക്കുന്ന, അതിൽ നിർവൃതി അടയുന്ന ആളുകൾക്ക് മാത്രമാണ് ലോസോട് ലോസ്. അവർക്ക് ഒരു തരത്തിലുള്ള ബെനഫിറ്റും അതുകൊണ്ട് കിട്ടുന്നില്ല. കടുത്ത സ്ട്രെസ്സും ഈ കമ്പാരിസണും മാത്രമാണ്. ഒരാൾ എന്തുകൊണ്ടാണ് ദേഷ്യപ്പെട്ട് തെറി വിളിക്കുന്നത്? അവർക്ക് അയാളെപ്പോലെ ആവാൻ പറ്റാത്തത് കൊണ്ടോ, അയാളുടെ ലൈഫിൽ അതൃപ്തി തോന്നുന്നത് കൊണ്ടോ, സ്വന്തം ലൈഫിൽ ഇഷ്ടമില്ലാത്തത് കൊണ്ടോ ആണ്. ഇപ്പം വേറെ ഒരാളെ മൈൻഡ് ചെയ്യാതെ ഹാപ്പി ആയിട്ട് നടന്നു പോകുന്ന ആളുകൾക്ക് ആര് എന്ത് ചെയ്താലും ഒരു പ്രശ്നമില്ല. ഈ ഒരു ഫ്രസ്ട്രേഷനാണ് പലപ്പോഴും ആളുകൾ യൂസ് ചെയ്യുന്നത്. ഇവിടെയൊക്കെ നമ്മുടെ വിലപ്പെട്ട സമയത്തെക്കുറിച്ചിട്ട് മനസ്സിലാക്കുക. മരണത്തിലേക്ക് 1 മണിക്കൂർ കൂടി നമ്മൾ അടുത്തു എന്നുള്ളത് മാത്രമാണ് 1 മണിക്കൂർ റീല് കാണുന്ന സമയത്ത് മനസ്സിലാക്കേണ്ടത്. ആകെ കുറച്ച് സമയം ലോകത്ത് ജീവിക്കാനുള്ളൂ. പിന്നെ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയെ കുറിച്ചിട്ട് ഞാൻ ആദ്യം പറഞ്ഞത്, ബജാജ് അലയൻസ് ലൈഫ് നിഫ്റ്റി ആൽഫ 50 ഇൻഡെക്സ് ഫണ്ട് ഈ മാസം 15 വരെ മാത്രമാണ് നമുക്ക് നിക്ഷേപിക്കാനായിട്ടുള്ള അവസരമുള്ളത്. ടാക്സ് ബെനിഫിറ്റുകളൊക്കെ ഉണ്ട്. മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപിക്കുന്ന സമയത്ത് 1010D 80C ഒക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ടാക്സ് ബെനിഫിറ്റുകൾ. ഇങ്ങനെയുള്ള ഫണ്ടുകളിലൊക്കെ നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് സേഫ് ആയിരിക്കും, നല്ല റിട്ടേണും കിട്ടാൻ സാധ്യതയുണ്ട്. അവസാന നിമിഷം വരെ കാത്തു നിൽക്കേണ്ട, ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് വേണ്ട ലിങ്കും മറ്റ് കാര്യങ്ങളുമൊക്കെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും നൽകിയിട്ടുണ്ട്. പാപ്പരാസികളെ കുറിച്ചിട്ടും പെയ്ഡ് പാപ്പരാസികളെ കുറിച്ചിട്ടും സ്റ്റേജിൽ പബ്ലിക് അപ്പിയറൻസുകളെ കുറിച്ചിട്ടുമുള്ള നിങ്ങളുടെ വിലയിരുത്തലുകൾ, നിങ്ങളുടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കണ്ടെത്തലുകൾ സമയം പോലെ പങ്കുവയ്ക്കാനായിട്ടുള്ള ഇടം കമൻറ്റ് ബോക്സിലുണ്ട്. വീഡിയോ കണ്ട എല്ലാ ആളുകൾക്കും നന്ദി.